ഹായ് ഫ്രണ്ട്സ്. അല്ലെ, ഇന്ന് വേലയാട്ടോ. അപ്പൊ വേലയ്ക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ അജിന്റെ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് കുറച്ച് പണികളുണ്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്, പച്ചക്കറി, അതായത് ചോറ് കൂട്ടാനുകളൊക്കെ വെക്കാനുണ്ട്. അപ്പൊ നമുക്ക് ധാരാളം കൂട്ടാനുകൾ ഉണ്ടെന്ന്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. അപ്പൊ പെട്ടെന്ന് തന്നെ പണി തുടങ്ങണം, നമുക്ക് വേഗം പണി തുടങ്ങണം. അപ്പൊ ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കാം. അപ്പൊ അതിന്ന് തുടങ്ങാം നമുക്ക് ആദ്യമായിട്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇനി എല്ലാം പണികളിലേക്ക് വേഗം പോയാലോ. അപ്പൊ വേഗം വേഗം പണികൾ തുടങ്ങാം. അജിന്റെ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ ചേട്ടത് ഓണാക്കിട്ടിരിക്കുന്ന അതെ. ചേട്ടൻ പറയാ നീ അവിടെ പോയിരുന്ന് ചെയ്യൂ എന്ന് പറയാണ് എന്റെ അടുത്തേ. അപ്പൊ ഞാൻ വേണ്ട, എനിക്ക് ഇവിടെ ഇരുന്ന് തന്നെ ചെയ്താ മതി എന്ന് ഞാനും. അപ്പൊ അതാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്കൊരു മോര് കൂട്ടാൻ, പിന്നെ മുള്ളങ്കി സാമ്പാറ്, തോരൻ, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് മോര് കൂട്ടാനിലേക്കുള്ളത് ആദ്യം റെഡിയാക്കാം. കണ്ടോ ചേട്ടാ, 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 ചേട്ടാ. ആദ്യം നമുക്ക് തൊലി ഇങ്ങനെ തൊലി ആ കുരും ഇതിലേക്ക് ചെത്തിയിട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതിങ്ങനെ കുലുകുല പെട്ടെന്ന് നുറുക്കി കഴിയും. തൊടണ്ട, അതൊന്നും ചെയ്യണില്ല. ഓണല്ലേ. നാളേരും ചുരുക്കിക്കോളൂ, പെട്ടെന്ന് വരുന്ന പണികള്. ഞാൻ അവിടെ ഇരിക്കുന്നതൊക്കെ എല്ലാവർക്കും കണ്ടതല്ലേ. ഇതിനേക്കാളും മോശമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ചേട്ടൻ നാളേരും ചുരുക്കി പോയിട്ട് വെച്ചാല് ഇങ്ങനെ ആക്കി എന്നിട്ട് അത് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കണം. നല്ല ക്ഷീണുണ്ടോ, എനിക്ക് ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. നല്ല ക്ഷീണുണ്ട് എനിക്ക്. കാരണം വൈകിട്ട് ഒരു എന്താ പറയാ, ഉള്ളുറങ്ങാണ്ട് കൊറേ നേരം കിടന്നു ഞാൻ. ഉള്ളുറങ്ങാണ്ട് പുറത്ത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, അതായത് ചിന്തകളോട് കൂടിയിട്ടാ. ഉള്ളുറങ്ങിയിട്ടില്ല, ഞാൻ ചിന്തിച്ച് ഉറങ്ങി. അങ്ങനെ ഒരെണ്ണം നന്നായിട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് മുള്ളങ്കി സാമ്പാർ തന്നെ ഉള്ളത് റെഡിയാക്കാം. നമുക്ക് മോരൂട്ടാനുള്ളതൊക്കെ കഴുകി അതിലേക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചേർത്ത് അടിപൊളി മോരൂട്ടാൻ വെക്കാം. മോരൂട്ടാനിലേക്ക് നമ്മൾ ആദ്യം ചേർക്കണത് ഈ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ ഒരു സ്പൂൺ ഒരു മഞ്ഞ കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി. പച്ചമുളക് പൊട്ടിക്കാനായിട്ട് ഞാൻ പോയിട്ടില്ല, മുകളിലുണ്ട്, കുറച്ചുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഞാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടോ നോക്കിയിട്ട് പിന്നെ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അത്യാവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കാം. ഒരു 2 വിസിലിട്ട് കഴിഞ്ഞാൽ ആവും, ഇത് റെഡിയാവും.
നല്ല സമയവും നന്നായി തൊഴാനും പറ്റി. ഞാൻ പറഞ്ഞു വന്നത് എന്താന്നറിയോ, നമ്മളവിടെ കണ്ട കൃഷ്ണൻ നമ്മുടെ വീട്ടിലിരിക്കുന്ന കൃഷ്ണനെയാ കണ്ടത്. ശ്രദ്ധിച്ചേട്ടൻ? ഇല്ലേ? അയ്യോ, ഞാൻ നോക്കിയപ്പോ ഇത് ഇവിടുത്തെ കൃഷ്ണനല്ലേ നോക്കത്തിലൊക്കെ എനിക്ക് അത് തന്നെയായിരുന്നു എന്റെ മനസ്സില്. ഇന്ന് എനിക്കൊരു സ്വപ്നം കണ്ടു ഞാൻ. ഏട്ടാ പപ്പടം, പഞ്ചസാര, പാല്, മോരുകൂട്ടാനിലേക്കുള്ള അരപ്പിട്ട ഒരു പിടി നാളികേരം, ഒരു പിടി 1.5 പിടി, ഒരു പിടി നാളികേരം ചേർത്തിട്ടുണ്ട് നമ്മള്. അതിലേക്ക് നമ്മള് ജീരകം, ഒരു നുള്ളു ജീരകം ചേർത്താൽ മതി, വല്ലാണ്ട് ജീരകമൊന്നും വേണ്ട. ഞാനൊരു സ്പൂൺ എടുത്ത് കാണിച്ചു മാത്രമുള്ള ജീരകം. പിന്നെ പച്ചമുളക്, ഒരു 3 പച്ചമുളക് അങ്ങ് ചേർത്തിട്ടുണ്ട്. വേറെ അതൊന്നും ചേർക്കുന്നില്ല. നല്ല പോലെ പേസ്റ്റ് പരുവത്തില് നമ്മള് അരച്ചു കൊണ്ടുവരണം. അത് ഞാൻ വെള്ളമൊഴിച്ചിട്ടാണ് അരയ്ക്കണത്. തൈര് ഒഴിച്ചിട്ടും അരയ്ക്കാം, പക്ഷെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പൊ അരച്ചു കൊണ്ടുവരാൻ പോണത്. തൈര് ഞാൻ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ഇനി തൈര് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് തൈര് അടിച്ചിട്ട് മിക്സിയിൽ നല്ലപോലെ അടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇതൊന്ന് കഴുകിയിട്ടുള്ള ഇത്തിരി വെള്ളം ഒന്ന് ചേർക്കണത് നല്ലതാണ്. അപ്പൊ ഈ കുക്കർ അല്ല മിക്സി ഇതാവല്ലോ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ, നമ്മുടെ മോര് കൂട്ടാനൊക്കെ റെഡിയായി. ഇനി ഇതൊന്ന് കണ്ടോ, ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് തള വന്ന് തുടങ്ങുമ്പോഴേ ഒന്ന് ഇളക്കി നിൽക്കുന്നത് നല്ലതാണ്. എല്ലാം നല്ലതാണ് മക്കളെ. ഒന്ന് വല്ലാണ്ട് വറ്റിയിട്ട് റെഡിയാവൊന്നും വേണ്ട. നമുക്ക് അടച്ചു വെച്ചിട്ടേ കടുക് ചാലിച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോര് കൂട്ടാൻ സൂപ്പറായി കേട്ടോ.